ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആസ് വി ഓൾ നോ 9th എല്ലാ ടെക്സ്റ്റും മാറ്റമുണ്ട് ആൻഡ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ നഗൂബ് മെഹ്ഫൂസ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം. ടി.എസ്. എലിയറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ലൈൻസിലൂടെയാണ് ഈ ഒരു യൂണിറ്റ് ബിഗിൻ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലാർജ് വർക്ക് ഉണ്ട്, 4 ക്വാർട്ടറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിലെ ബേൺ നോട്ടൺ എന്ന് പറയുന്ന പോയം, ആ പോയത്തിൻ്റെ ഓപ്പണിംഗ് ലൈൻസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് are both perhaps present in time future and time future contained in time past. അതായത് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് വരാം. അതായത് പ്രസൻറ്റിലെയും പാസ്റ്റിലെയും സംഭവങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ചിലപ്പോൾ എന്തെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് നടക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും കോണ്ടൻറ്റ് പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. അതായത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ആൻഡ് ഈ ലൈനിലും അത് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് 2 ലൈൻസ് കൊടുത്തിട്ടുള്ളത് ഖലീൽ ഗിബ്രാൻ്റെയാണ്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. അതായത് യെസ്റ്റർഡേ എന്നത് ഇന്നത്തെ ഓർമ്മയാണ്, അല്ലേ? ഇന്നലെ നടന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ്. അതായത് കഴിഞ്ഞു പോയത്. നാളെ എന്നത് നമ്മുടെ ഇന്നത്തെ സ്വപ്നവും. നാളെ അതായത് നമ്മളുടെ ഫ്യൂച്ചർ എപ്പോഴും നമ്മളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ യെസ്റ്റർഡേ എന്നത് കഴിഞ്ഞു പോയ കാര്യം, യെസ്റ്റർഡേയിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? കഴിഞ്ഞു പോയി. അത് നമുക്ക് ഇന്നത്തെ ഓർമ്മ മാത്രമാണ്. ആൻഡ് നാളെ എന്നത്, അതായത് ടുമാറോ എന്നത് നമ്മുടെ ഇന്നത്തെ സ്വപ്നവുമാണ് എന്നാണ് ഖലീൽ ഗിബ്രാൻ ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ഹാഫ് എ ഡേ ബൈ നഗൂബ് മെഹ്ഫൂസ്. അപ്പോൾ റൈറ്റിനെ പറ്റി നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നഗൂബ് മെഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കെയ്റോ, ഈജിപ്റ്റ് ഇൻ 1911. 1911 ഈജിപ്റ്റിലെ ഓൾഡ് കെയ്റോയിലാണ് നഗൂബ് മെഹ്ഫൂസ് ജനിക്കുന്നത്. After receiving his bachelor's degree in philosophy from Cairo University in 1934, മെഹ്ഫൂസ് ജോയിൻ ദ ഈജിപ്ഷ്യൻ സിവിൽ സർവീസ്. അതായത് 1934 കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടുന്ന ഇദ്ദേഹം പഠനത്തിന് ശേഷം ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ചേരുന്നുണ്ട്. He is regarded as one of the most important writers in Arabic literature. അറബിക് ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് നഗൂബ് മെഹ്ഫൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഈജിപ്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നഗൂബ് മെഹ്ഫൂസ് ആണ്. ആൻഡ് അതുപോലെ ആദ്യത്തെ അറബ് റൈറ്റർ, നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ അറബ് റൈറ്റർ ആരാണെന്ന് ചോദിച്ചാലും നഗൂബ് മെഹ്ഫൂസ് തന്നെയാണ്. He published 35 novels, around 350 short stories and 26 screenplays. 35 അല്ലെങ്കിൽ 35 നോവൽസും അതുപോലെ 350 ഷോർട്ട് സ്റ്റോറീസും 26 സ്ക്രീൻ പ്ലേസും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ മോസ്റ്റ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ കെയ്റോ ട്രിലോഗി ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗബലായി. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്, 2 വർക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ കെയ്റോ ട്രിലോഗിയും രണ്ടാമത്തത് ചിൽഡ്രൻ ഓഫ് ഗബലായിയുമാണ്. മെനി ഓഫ് മെഹ്ഫൂസ് വർക്ക് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു ഫിലിംസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക്സും എന്താക്കിയിട്ടുണ്ട്? സിനിമ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം മരിക്കുന്നത്, ഹി ഡൈഡ് ഓൺ
30 ഓഗസ്റ്റ് 2006. അദ്ദേഹം 2006 ഓഗസ്റ്റ് 30 മരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. അതായത് ഞാനെന്ന് പറഞ്ഞാൽ ദ റൈറ്റർ ഹിംസെൽഫ് തന്നെയാണ്. ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. പ്രൊസീഡഡ് മീൻസ് മുന്നോട്ട് പോവുക എന്നാണ്. ഐ പ്രൊസീഡഡ് എലോങ് വിത്ത് മൈ ഫാദർ, അതായത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, ക്ലച്ചിങ് മീൻസ് മുറുകെ പിടിക്കുക എന്നാണ്. അച്ഛൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ എങ്ങനെയാണ് നടക്കുന്നത്? വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്, അച്ഛൻ്റെ നടത്തം. ലോങ് സ്ട്രൈഡ് മീൻസ് ലോങ് വാക്ക് എന്നാണ്. അച്ഛൻ അത്യാവശ്യം നല്ല വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളായാലും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കൂടെ നടക്കുമ്പോഴത്തേനും അച്ഛൻ്റെ ഒപ്പം എത്താൻ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അച്ഛൻ നടക്കുന്നതിനനുസരിച്ച് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് കൂടെ ഓടുക ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റൈറ്ററും ചെയ്യാണ്. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, ഞാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ പുതിയതാണ്. പുതിയതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബുഷ്, അതായത് എൻ്റെ പുതിയ ബ്ലാക്ക് ഷൂസ്, അതുപോലെ പച്ച നിറത്തിലുള്ള സ്കൂൾ യൂണിഫോം, അതുപോലെ എന്താണ് റെഡ് ടർബുഷ്. ടർബുഷ് മീൻസ് റെഡ് ഹാറ്റ് അല്ലെങ്കിൽ ക്യാപ്പ് എന്നാണ്. തൊപ്പി, ചുമന്ന തൊപ്പിയും ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, മൈ ഡിലൈറ്റ് മീൻസ് മൈ പ്ലഷർ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സ്ഡ്, അതായത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ, പുതിയ ഡ്രസ്സും ഷൂസും ക്യാപ്പൊക്കെ വെച്ചപ്പോൾ ഐ വാസ് ഹാപ്പി. പക്ഷെ അത് മിക്സ്ഡ് ആയിരുന്നു. അതായത് എനിക്ക് സന്തോഷത്തോടൊപ്പം ചെറിയൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം അല്ലെങ്കിൽ പെരുന്നാൾ, അങ്ങനെയുള്ളൊരു ഹാപ്പി മൊമെൻറ്റ് ആയിരുന്നില്ല. നമ്മളങ്ങനെയല്ലേ, ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു ആഘോഷ ദിവസമൊക്കെ വരുമ്പോഴല്ലേ നല്ല ഡ്രസ്സൊക്കെ ഇടുന്നത്. പക്ഷെ എനിക്ക് അങ്ങനൊരു ദിവസമായിരുന്നില്ല അന്ന്. പിന്നെന്തായിരുന്നു? ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത ആദ്യത്തെ ദിവസമായിരുന്നു അതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷത്തോടൊപ്പം എനിക്ക് എന്തും ഉണ്ടായിരുന്നു? വിഷമവും ഉണ്ടായിരുന്നു. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് us, ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ജനാലയിൽ നിന്നിട്ട് അവിടെ നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ്സ് ഹർ ഫ്രം ടൈം ടു ടൈം. പിന്നെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ കുഞ്ഞ് ആരെ നോക്കുന്നുണ്ട്? അമ്മയെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് എന്ത് ചെയ്യുക? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, അതായത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യൂ, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നുള്ള ആ ഒരു ടോണിൽ കുഞ്ഞമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. വി വോക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അങ്ങനെ അവർ നടന്ന് ഒരു സ്ട്രീറ്റിലെത്തി. ദെൻ ആ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ധാരാളം ഗാർഡൻസ് ഉണ്ട്. അതുപോലെ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, രണ്ട് സൈഡിലും വിശാലമായിട്ടുള്ള വയലുകളുണ്ട്. നെൽവയലുകളായിരിക്കാം, അല്ലെങ്കിൽ നിരവധി പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, ധാരാളം വിളകൾ വിളയിച്ചിട്ടുള്ള പാടങ്ങളും അവിടെ ഉണ്ട്. പിന്നെന്തൊക്കെയാണ് കണ്ടത്? പ്രിക്ലി പിയേഴ്സ്, അതായത് തോണി കാക്ടസ് ആണ്, അതായത് മുള്ളുള്ള കാക്ടസ് ഉണ്ട്. ഹെന്ന ട്രീസ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ചെടിയുണ്ട്. അതുപോലെ എ ഫ്യൂ ഡേറ്റ് പാംസ്, കുറച്ച് ഈന്തപ്പനകളും നിൽപ്പുണ്ട്. വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. അപ്പോൾ ഈ പോകുന്നതിനിടയിൽ അച്ഛനും മകനുമായിട്ട് വലിയ കോൺവെർസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആദ്യം സംസാരിക്കുന്നത് നമ്മളുടെ റൈറ്റർ തന്നെയാണ്, കുട്ടിയായിട്ടുള്ള റൈറ്റർ തന്നെയാണ്. അവൻ ചോദിച്ചെന്താ? വൈ സ്കൂൾ? എന്തിനാ ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്? ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു.
അതായത് അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, അനോയ് മീൻസ് ആംഗ്രി എന്നാണ്, അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നേ. ഇത് കേട്ടപ്പോൾ അച്ഛന് ചിരിയാ വന്നേ. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ, ഹീ സെറ്റ് ലാഫിങ്. അച്ഛൻ ചിരിച്ചിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും നിന്നെ എന്ത് ചെയ്യല്ല, പണിഷ് ചെയ്യല്ല. നിനക്ക് അങ്ങനെ തോന്നിയോ? സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. ഒരിക്കലും സ്കൂള് എന്തിനുള്ള ഇടമല്ല, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന ഒരു ഇടമല്ല. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളെ എന്താക്കി മാറ്റുക, നല്ല വ്യക്തികളാക്കി മാറ്റുക, യൂസ്ഫുൾ ആയിട്ടുള്ള പീപ്പിളാക്കി മാറ്റുക എന്നുള്ള ഒരു ജോലിയാണ് ആര് ചെയ്യുന്നത്, സ്കൂള് ചെയ്യുന്നത്. സ്കൂളൊരു ഫാക്ടറിയാണ്. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? അപ്പോൾ അച്ഛൻ മകനോട് ചോദിച്ച ചോദ്യമാണ്, നിനക്ക് വളരണ്ടേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അപ്പം അച്ഛൻ പറഞ്ഞ മറുപടികളൊന്നും തന്നെ അവന് ലഭിക്കേണ്ട ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല. അവൻ ആഗ്രഹിച്ച ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അച്ഛൻ നൽകിയ എക്സ്പ്ലനേഷൻ കുട്ടിക്ക് കൺവിൻസ്ഡ് ആയിരുന്നില്ല, ബോധ്യപ്പെടുത്തുന്നതായിരുന്നില്ല. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, അവന് എപ്പോഴും ഒരു ആത്മബന്ധം കിട്ടുന്ന, നല്ല ലവ് കെയർ കിട്ടുന്ന ഒരു പ്ലേസ് കുട്ടിയുടെ ഹോം തന്നെയാണ്. അപ്പം അത്രയും സേക്രഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നും കുഞ്ഞിനെ ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ട് കളയുക എന്നുള്ളത് അതൊരിക്കലും നല്ലതല്ല എന്ന് തന്നെയാണ് അവൻ വിശ്വസിച്ചിരുന്നത്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ്, സ്റ്റേൺ ആൻഡ് ഗ്രിം. അതായത് ആ ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങിൽ കണ്ടപ്പോൾ കുട്ടിക്ക് ഇതുപോലെ ആ ഒരു ഹൈ വോൾഡ്, വലിയ മതിലുകളുള്ള, സ്റ്റേൺ ആയിട്ടുള്ള, വളരെ രൂക്ഷമായ, ഗ്രിമ്മായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഒരു കോട്ട, ഏതോ ഒരു വലിയ കോട്ടയിലേക്ക്, ഫോർട്ടിലേക്ക് തന്നെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് എന്ന് തന്നെയാണ് കുഞ്ഞ് വിചാരിച്ചത്. When we arrived at the gate, we could see the courtyard, vast and crammed full of boys and girls. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് arrived at the gate, സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അരികിലെത്തി. വി കുഡ് സീ ദ കോർട്ട്യാർഡ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ആ സ്കൂളിൻ്റെ വളരെ വാസ്റ്റായിട്ടുള്ള, വിശാലമായിട്ടുള്ള, ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളെ കൊണ്ടും പെൺകുട്ടികളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, ക്രാംഡ് മീൻസ് തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്നാണ്, അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മുറ്റമാണ് കണ്ടത്. ഗോയിൻ ബൈ യുവർ സെൽഫ് സെറ്റ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. അപ്പം അവിടെ ഗേറ്റിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അച്ഛൻ മകനോട് പറയാണ്, ഗോയിങ് ബൈ യുവർ സെൽഫ്, മോൻ തനിയെ അകത്തേക്ക് കയറി പൊയ്ക്കൊള്ളൂ, നീ തനിയെ കയറി പൊയ്ക്കൊള്ളൂ, എന്നിട്ട് ആ കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കുകയൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നു, അവരോടൊപ്പം ചേരാൻ പറയുന്നു. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, വോണ്ട് യു. അപ്പോൾ അച്ഛൻ അത് മാത്രമല്ല, അച്ഛനൊരു ഉപദേശവും കൂടെ നൽകി. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ചിരിക്കണം, നല്ല ചിരിച്ച ഫേസുമായിട്ട് മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമായി മാറുന്നൊരു കുട്ടിയായി മാറണം. വോണ്ട് യു, ദാറ്റ് മീൻസ് അതൊരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു റിക്വസ്റ്റാണ്, കുട്ടിക്ക് നൽകുന്നൊരു ഇൻസ്ട്രക്ഷനാണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ട് ആണ്. വോണ്ട് യു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ, വോണ്ട് യു എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ടാഗ് കൂടെ അവിടെയുണ്ട്. പുട്ട് എ സ്മൈൽ, നീ ചിരിച്ച് നല്ല കുട്ടിയായിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായി മാറണം എന്ന് അച്ഛൻ ഉപദേശവും നൽകുന്നു. I hesitated and clung to his hand, but he gently pushed me from him. അപ്പോൾ അച്ഛൻ കയറി പോകാനൊക്കെ പറഞ്ഞു, നല്ല കുട്ടിയായിട്ട് പോവുക, ചിരിച്ചിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ഹെസിറ്റേറ്റഡ്, ദാറ്റ് മീൻസ് ഐ റെഫ്യൂസ് ടു ഹിം. അച്ഛൻ പറഞ്ഞതൊക്കെയും ഞാൻ എന്ത് ചെയ്തു, റെഫ്യൂസ് ചെയ്തു, എതിർത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു നിന്നു. പക്ഷെ ആ സമയം അദ്ദേഹം പതിയെ അവനെ മുന്നോട്ട് പുഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ബി ബോൾഡ്, നല്ല ബോൾഡായിട്ടിരിക്കുക, എപ്പോഴും നല്ല ബോൾഡായിട്ടിരിക്കുക.
ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് തൊട്ട് നീ നിൻ്റെ ലൈഫ് യഥാർത്ഥത്തിൽ ബിഗിൻ ചെയ്യുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അതായത് സ്കൂൾ വിടുന്ന സമയത്ത് അച്ഛനിവിടെ ഉണ്ടാകും, ഉറപ്പായിട്ടും അച്ഛനിവിടെ ഉണ്ടാകും, നീ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് നിന്നു, എന്നിട്ട് നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു ടെൻഷനും നെർവസും ഒക്കെ കൊണ്ടായിരിക്കും കുഞ്ഞിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പക്ഷെ കുറച്ചുകൂടെ അവനെ നന്നായിട്ട് ശ്രദ്ധിച്ചപ്പോഴത്തേനും അവിടെ ആ കോർട്ട്യാർഡിൽ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ രൂപം, അല്ലെങ്കിൽ അവരെയൊക്കെ അവന് കാണാൻ കഴിഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു കുട്ടികളെയും എനിക്കറിയത്തില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്കാർക്കും എന്നെയും അറിയത്തില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹൂ ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. അപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയത് എന്താ, വഴിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഞാൻ എന്ന രീതിയിലാണ് എനിക്കെന്നെ തോന്നിയത്. അതായത് എനിക്ക് ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനായിരുന്നു ആ കുഞ്ഞിന് ഉണ്ടായിരുന്നത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ ആൻഡ് എ ബോയ് അപ്രോച്ചസ് ആൻഡ് ആസ്ക്ഡ് ഹൂ ബ്രോട്ട് യു. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, അതായത് ഗ്ലാൻസസ് മീൻസ് അല്ലെങ്കിൽ എന്താ ഒരു നോട്ടം എന്നാണ് കേട്ടോ, കാഴ്ച നോട്ടം എന്നൊക്കെയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ അവരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു ആകാംക്ഷ ഉണ്ടായി. ഈ സമയത്താണ് ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഹൂ ബ്രോട്ട് യു. അവൻ എന്നോട് ചോദിച്ച ചോദ്യം, നിന്നെ ആരാ കൊണ്ടുവന്നേ, നീ ആരോടൊപ്പം വന്നേ. മൈ ഫാദർ. ഐ വിസ്പേർഡ്. ഞാൻ പതുക്കെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്തേ, പെറുപെറുത്തു. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് വന്നത്. മൈ ഫാദർ ഈസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് പറയാണ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തിരിച്ച് മറുപടിയായിട്ട് എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. അതായത് ചെറിയൊരു ദയനീയമായ ശബ്ദത്തോടു കൂടി ഗേറ്റ് എന്ത് ചെയ്യപ്പെട്ടു, അതായത് സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചു. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ ഗേറ്റും കൂടെ അടച്ചപ്പോഴത്തേനും കുട്ടികൾക്ക് ഭയങ്കര വിഷമമായി. കാരണം അച്ഛനും അമ്മയൊക്കെ പുറത്തല്ലേ, അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയി കാണില്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറേ കുട്ടികൾ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. സ്കൂളിൻ്റെ ബെല്ലടിച്ചു. എ ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അതായത് കുറേ പുരുഷന്മാരും ഒരു സ്ത്രീയും കുട്ടികളുടെ അടുത്തേക്ക് ആ ഗ്രൗണ്ടിലേക്ക് വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് us ഇൻ ടു റാങ്ക്സ്. ആ ഉണ്ടായിരുന്ന പുരുഷന്മാർ എന്ത് ചെയ്തു, ബിഗാൻ സോർട്ടിങ് മീൻസ് തരംതിരിക്കുക എന്നാണ്. ഇൻ ടു റാങ്ക്സ്, കുട്ടികളെ അവരുടെ റാങ്ക് അനുസരിച്ച്, അതായത് ഓരോ ക്ലാസ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ കുട്ടികളെ, അതായത് കുട്ടികളെ ഗ്രൗണ്ടിൽ മിക്സ് ചെയ്ത് നിൽക്കുകയല്ലേ, അവർ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയല്ലായിരുന്നു കൂട്ടത്തോടെ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ റാങ്ക് അനുസരിച്ച്, അവരുടെ ക്ലാസ് അനുസരിച്ചിട്ട് ഈ പുരുഷന്മാർ ആ കുട്ടികളെ തരംതിരിച്ച് നിർത്തി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. അപ്പോൾ അവരുടെ കൂടെ ആ പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീയും വന്നു എന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീ കുട്ടികളോട് പറയാണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ആരുണ്ട്, ധാരാളം അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഹിയർ ദർ ഈസ് എവ്രിതിങ് ദാറ്റ് ഈസ് എൻജോയബിൾ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് മാത്രമല്ല, ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. നിങ്ങളുടെ അറിവ് നേടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. അപ്പോൾ അവർ പറയാണ്, ആ വുമൺ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണീര് തുടച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി, സന്തോഷമുള്ള മുഖത്തോടു കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് കുട്ടികൾക്കൊരു ഉപദേശവും നൽകുന്നുണ്ട്.
അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ എൻഡിൽ കുറച്ച് ഇതിനകത്ത്, അതായത് നമ്മൾ 9th പാരഗ്രാഫ് വരെയാണ് 1 to 9 ആണ് പറഞ്ഞത്. അതിലെ പ്രധാനപ്പെട്ട വേർഡ് മീനിങ്സും കൂടെ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു.